ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. നമ്മൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റും വീഡിയോസും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടൈമിൽ ഈ സംഭവം ഒന്നും ഇല്ലെങ്കിൽ നല്ല പണിയാണ്. നിങ്ങൾ എന്താ പറയുക, ഡേ ബൈ ഡേ നോർമലി എല്ലാവരുടെയും ആവശ്യം എന്താ, നമ്മൾ ഡേ ബൈ ഡേ റിച്ചർ ആവണം. ഇത് നമ്മൾ ഡേ ബൈ ഡേ പുവർ ആയിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര ഇൻഫ്ലേഷനാണ്, എല്ലാത്തിനും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ബില്ല് ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കറക്റ്റ് സംഭവത്തിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് പണിയാണ്. അതാണ് ഉദ്ദേശിച്ചത്. എനിക്ക് കറക്റ്റ് ഞാൻ എന്തോ വേർഡ് പറയാൻ വന്നത് ഞാൻ മറന്നുപോയി, അതാണ് പണിയിട്ടത്. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് ഇത്ര അധികം ഇൻകം ഒന്നുമില്ല, അപ്പോൾ ലോവർ ഇൻകം ഉള്ളവർക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് കുറേ പേര് നമ്മളോട് സംശയം ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എങ്ങനെ ഒരു ലോവർ ഇൻകം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സും മെത്തേഡ്സും സംഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. വീഡിയോ ഫുള്ള് കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രണ്ട് ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളിതിൽ നോട്ട്സ് സംഭവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലെ വിലവാണ് പേജ് ഫോളോ അടിക്കുക. അപ്പോൾ ഫോളോ അടിക്കുക, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ലോവർ ഇൻകം പീപ്പിൾസിനാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് നമ്മൾ ടിപ്സും സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്താ വെച്ചാൽ, രണ്ട് അക്കൗണ്ട്, ഇപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള സംഭവം ഒന്നുമല്ല, ലോൺ എടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് അക്കൗണ്ട് എടുക്കുക. ഒരെണ്ണം നമുക്ക് ഇൻകം വരാനുള്ള അക്കൗണ്ട്, ഒരെണ്ണം നമുക്ക് എക്സ്പെൻസ് ചെയ്യാനുള്ള അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് അക്കൗണ്ട് എടുക്കാൻ പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ ഒരെണ്ണം പ്രൈമറി അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെയിൻ അക്കൗണ്ടോ ഒരു പബ്ലിക് ബാങ്കോ ഒരു പ്രൈവറ്റ് ബാങ്കോ മെയിൻ ആയിട്ടുള്ള ഏതെങ്കിലും ബാങ്കിൻ്റെ അക്കൗണ്ട് എടുക്കാം. അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് കൊടുക്കുക, നോർമൽ അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ആയിക്കോട്ടെ, ഏത് അക്കൗണ്ട് വേണമെങ്കിൽ എടുക്കാം. രണ്ടാമത്തെ അക്കൗണ്ട് നിങ്ങളൊരു സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ കൊടാക്കിൻ്റെ 811 അക്കൗണ്ട് അല്ലെങ്കിൽ AU ബാങ്കിൻ്റെ ഡിജിറ്റൽ സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, രണ്ടെണ്ണം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ വീഡിയോസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് എക്സ്ട്രാ സംഭവമൊന്നുമില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊടാക്കിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് 811 അക്കൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. വെർച്വൽ കാർഡ് നമുക്ക് കിട്ടും, ഫ്രീ ആണ് വെർച്വൽ കാർഡ്. ഡെബിറ്റ് കാർഡിന് നമുക്ക് 300 കൊടുക്കണം, അത് വേറെ കാര്യം. ഇവർക്ക് വെർച്വൽ കാർഡ് ആവശ്യമില്ലെങ്കിൽ എടുക്കണ്ട. പിന്നെ ഇങ്ങനത്തെ രണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ട് കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ഇൻകം വരുന്ന അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡോ UPI ഒന്നും നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ ഫോണിലോ ഇട്ട് വെക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ അതിൽ കൂടെ നമ്മൾ എക്സ്പെൻസ് ചെയ്യാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വേറൊരു അക്കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെൻസ് ചെയ്യാൻ വേണ്ടി വേറൊരു അക്കൗണ്ട് എടുത്ത് വയ്ക്കുക. സീറോ മനസ്സിലായി. അതിലേക്ക് ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റാണ് നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു മന്ത്ലി ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മന്ത്ലി ഇത്ര 6000 രൂപയാണ് നമുക്കൊരു ചിലവ് വരുന്നത് വെച്ചാൽ, നമുക്ക് നമ്മുടെ എന്തൊക്കെയാ നമുക്ക് ഫിക്സഡ് ചിലവ് സംഭവങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ. നമുക്ക് വീട്ടിലേക്ക് എത്ര ചിലവ് വേണം, നമുക്ക് ബില്ലുകൾ പേ ചെയ്യാണ്ട്, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ എമൗണ്ട് മാത്രം നമ്മുടെ സെക്കൻഡറി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, രണ്ട് പോയിന്റ് ആയിട്ടാണ്, രണ്ട് മെയിൻ പോയിന്റുകളാണ്. അത് ചെയ്യാൻ മറക്കണ്ട. എന്താ വെച്ചാൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ബഡ്ജറ്റ് മെയിൻ സംഭവമാണ്, ബഡ്ജറ്റിംഗ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഞാനൊക്കെ ബഡ്ജറ്റിംഗ് നോക്കുന്നുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പണ്ടൊന്നും നമ്മൾ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നമ്മൾ വരണതും പോകണമെന്നൊന്നും അറിയാറില്ല. അതാണ് മെയിൻ പ്രോബ്ലം. ലാസ്റ്റ് നോക്കുമ്പോൾ മന്തിൻ്റെ ആകുമ്പോൾ പീശ കാലിയാണ്, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കാലിയാണ്. അത് ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ ഇതാണ് ബഡ്ജറ്റിംഗ് ചെയ്യുക. മാക്സിമം അടുത്ത സംഭവമാണ് കട്ട് എക്സ്പെൻസസ്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എക്സ്പെൻസസ് കട്ട് ഔട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറേ പേരുണ്ട് ഡെയിലി പുറത്ത് പോയി ഫുഡ് കഴിക്കുക, വീട്ടിലായിട്ടും പോലും ഡെയിലി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക. അതൊക്കെ നിങ്ങൾക്ക് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസുകളാണ്. ആ എക്സ്പെൻസ് നിങ്ങൾക്ക് ഡെയിലി ഒരു 200 രൂപയാണ്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ 100 രൂപയല്ലേ പോകണല്ലോ, ഒരു 200 രൂപയല്ലേ പോകണല്ലോ. ഡെയിലി 200 വെച്ച് 30 ദിവസം കല്ലോട്ട് ചെയ്തു, അപ്പോൾ നിങ്ങളുടെ ബോധം പോകും. അപ്പോൾ അത് കട്ട് ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ എമൗണ്ട് തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ അതുപോലെ ഡെയിലി ഫുഡ് കഴിക്കുന്നതാവാം, സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ ആവാം, അത് വേണമെങ്കിൽ കുറയ്ക്കാം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് എന്താ വെച്ചാൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യം ഇല്ലാത്ത സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ കട്ട് ഡൗൺ ചെയ്യാനുള്ള എക്സ്പെൻസുകൾ. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ, കട്ട് ഡൗൺ ചെയ്യുന്ന എക്സ്പെൻസസ്. അത് ബാഡ് ഹാബിറ്റ്സ് ആവാം, അത് ബാഡ് ഹാബിറ്റ്സിലാണ് ഇതൊക്കെ വിടുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്ത മെത്തേഡാണ് നിങ്ങളുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നമ്മുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഇൻകം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിൻ്റെ ബേസ് ആയിട്ട് സൈഡ് ഇൻകം ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ഇൻകം ചെയ്യുക, ഒരു പാർട്ട് ടൈം ജോബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഓൺലൈൻ പാർട്ട് ടൈം ജോബൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മളിപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ സ്പീക്കർ ഫീവർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്സ്കിൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. അപ്പോൾ പാർട്ട് ടൈം ജോബ് എന്ന് പറയുമ്പോൾ കുറേ ഈ ലോക്കൽ കൂതറ ഫ്രോഡ് സംഭവങ്ങളൊക്കെ അതിലൊന്നും പോയി പെടരുത് കേട്ടോ. അങ്ങോട്ട് കാശ് കൊടുക്കുന്ന പരിപാടി നമ്മൾ കാശ് കിട്ടാനാണ് പോകുന്നത്, അങ്ങോട്ട് കൊടുക്കാനല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അതാണ് മെയിൻ കോമൺ സെൻസ്. ആരെങ്കിലും വർക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാശ് നോക്കിയെന്നുണ്ടെങ്കിൽ അതിന് അപ്പം തന്നെ പോയി പണി നോക്കണമെന്ന് പറയാം കേട്ടോ. അത് അപ്പം തന്നെ തട്ടിപ്പാണ് കോമൺ സെൻസ് കേട്ടോ. അതാണ് നമ്മുടെ മൂന്നാമത്തെ സാധനം. നിങ്ങളുടെ ഇൻകം എങ്ങനെയെങ്കിലും ഇൻക്രീസ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ അപ്പ് സ്കിൽ ചെയ്യുക, നിങ്ങളുടെ ടാലൻറ്റ് ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ അങ്ങനെ ആവാം. ഇത് ഏത് തരത്തിലും വേണമെങ്കിൽ ആവാം. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ ആണെങ്കിൽ നിങ്ങളൊരു സെക്കൻഡറി ഇൻകം, പാസീവ് ഇൻകം ചെയ്യാട്ടോ. അതായിരിക്കും നല്ലത്. ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അടുത്താണ് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ഇൻകം കൂട്ടാനുള്ള മെയിൻ വഴി നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു IT പ്രൊഫഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ കോഴ്സുകളും നമ്മളൊക്കെ ഓൺലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് വേറെ പ്രൊമോഷൻസ് സംഭവത്തിലൊക്കെ പോയിട്ട് നിങ്ങളുടെ ഇൻകം കൂട്ടാൻ പറ്റും കേട്ടോ. പിന്നെയാണ് നമ്മുടെ മെയിൻ പോയിന്റ് വരുന്നത്. എന്നിട്ട് നമ്മൾ 10%, അതായത് നമുക്കിപ്പോൾ ഇൻകം കിട്ടുന്ന 10%, ഇപ്പോൾ നമുക്ക് 10,000 ഇൻകം കിട്ടുന്ന വെച്ചാൽ അതിൽ 10%, അതായത് 1,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാ മാസവും. അത് ഓട്ടോ പേ ആക്കി വെക്കുക. ഓട്ടോ പേ ആക്കി വെക്കലാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അതായത് നിങ്ങൾക്ക് ഇൻകം വരുന്നത് ഇപ്പോൾ 2-ാം തീയതി വെച്ചാൽ 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി തന്നെ അത് ഓട്ടോ പേ ആക്കി ഡേറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഓട്ടോമാറ്റിക്കലി 3-ാം തീയതി ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കട്ടായിക്കോളും. പിന്നെ നമുക്ക് സമയം കിട്ടില്ല അത് ചിലവ് ചെയ്യാനോ സംഭവം ചെയ്യാനൊന്നും. അപ്പോൾ തന്നെ അത് മാറ്റി വയ്ക്കുക കേട്ടോ. അതാണ് മെയിൻ പോയിന്റ്. മിനിമം 10%. അപ്പോൾ സൂക്ഷിക്കില്ല, മിനിമം 10% നമ്മുടെ ഇൻകത്തിൽ നിന്ന് എടുത്തു വയ്ക്കുക. അതായത് 10% ഞാൻ പറയുന്നത് ഇപ്പോൾ ലോവർ ഇൻകം ബേസ് ആയതുകൊണ്ടാണ് നമ്മൾ 10% ആക്കിയത് മിനിമം. നോർമലി ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു റൂളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കുറച്ച് റൂൾസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നോക്കുകയാണെങ്കിൽ 20-30% ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ 10% മിനിമം പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം 10% ഓഫ് ഇൻകം ചെയ്യാൻ മറക്കരുത്. അത് ഇപ്പോൾ തന്നെ ചെയ്ത് വെക്കുക കേട്ടോ, മറക്കരുത്. പിന്നെ ഇതിലെല്ലാം കൂടി എല്ലാം വേണ്ടത് പോസിറ്റീവ് മൈൻഡ് സെറ്റാണ്. അപ്പോൾ കുറേ പേരുണ്ട് എനിക്കിപ്പോൾ വലിയ കാശൊന്നും കിട്ടുന്നില്ല, അപ്പോൾ നമുക്കിപ്പോൾ ഇൻകമോ ചിലപ്പോൾ നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് കുറേ പേരുടെ മൈൻഡ് സെറ്റാണ്. നമുക്ക് ഇഷ്ടംപോലെ കമൻറ്റ് വരുന്നതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോൻ്റെ ബേസിസിൽ നമുക്ക് ഇഷ്ടംപോലെ കമൻസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നതാണ്. എനിക്ക് വലിയ ശമ്പളമൊന്നുമില്ല, ഞാൻ അങ്ങനെ സേവ് ചെയ്യാനാണ്, എനിക്ക് മാസം നമ്മുടെ ചിലവ് തന്നെ പറ്റുന്നില്ല, അങ്ങനെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അതിനാണ് ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ നിങ്ങളുടെ ആവശ്യമില്ലാത്ത സംഭവങ്ങൾ കട്ട് ഡൗൺ ചെയ്യാനുള്ള എക്സ്പെൻസ് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് കട്ട് ഡൗൺ ചെയ്താൽ തന്നെ നമുക്ക് സേവിങ്സ് ചെയ്യാനുള്ള ഇൻകം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇൻകം അല്ല, ഒരു എന്താ പറയുക, ക്യാഷ് അവിടെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് സേവിങ്സ് തുടങ്ങാം. നിങ്ങൾക്ക് 500 രൂപയുടെ സേവിങ്സ് തന്നെ ഇപ്പോൾ നിങ്ങൾ മാസം ഇപ്പോൾ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞാൽ അത് കോമ്പൗണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്ന എമൗണ്ട് കണ്ടാൽ നിങ്ങളെ കണ്ടു തള്ളും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ഒന്നും ചെയ്യാണ്ട് 10 കൊല്ലം കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് അന്ന് ചെയ്യാറുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വീഡിയോ കുറേ എടുത്തെടുത്ത് പറയാൻ കാരണം അതുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഇൻഫ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഇൻഫ്ലേഷൻ അല്ല, ഇൻഫ്ലേഷനാണ്. അതായത് 6% കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര കാലം 6% ഇൻഫ്ലേഷൻ. അപ്പോൾ 6% ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ല കൂടും. നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാത്തിനും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ആവശ്യമുള്ള സാധനങ്ങൾക്കൊക്കെ പ്രൈസ് കൂടി, ഓരോരുത്തരും നല്ല കൂതറ ഭരണം അതിന് പറയുന്നു വേണ്ട, ഒരു കാര്യമില്ല പറഞ്ഞിട്ട് എനിക്ക് വോട്ട് ചെയ്യുന്നവരെ സമ്മതിക്കണം. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു, നമ്മൾ സ്ഥാനത്തുനിന്ന് മാറിപ്പോയി. അപ്പോൾ ഇതാണ് മേജർ തിങ്സ് കേട്ടോ. ലോവർ ഇത് ആക്ച്വലി എല്ലാവർക്കും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇൻകം ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് 100% ഗ്യാരണ്ടി. അത് ഞാൻ ഉണ്ടാക്കിയ ഫോർമുല സംഭവം എന്നല്ല, അപ്പോൾ മെയിൻ ഫൈനാൻഷ്യൽ എക്സ്പേർട്സുകളൊക്കെ ഉണ്ടാക്കിയ ഫോർമുലകളാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ പുച്ഛിച്ച് തള്ളണ്ട. ഞാൻ ഉണ്ടാക്കിയ ഫോർമുല ഒന്നല്ല, നമ്മുടെ എക്സ്പേർട്സ് ഉണ്ടാക്കിയാണ് ഫോർമുലയാണ്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്ത് തുടങ്ങുക, ഇന്ന് തന്നെ ഫോളോ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പോർട്ട്ഫോളിയോ, ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു RD FD അങ്ങനെ ഏത് തരത്തിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ മിനിമം ഇപ്പോൾ എമൗണ്ടിൽ വെച്ച് തുടങ്ങുന്നത് ഏറ്റവും നല്ലത് SIP തന്നെയാണ്. ഇപ്പോൾ SIP നിങ്ങളൊരു ഡയറക്റ്റ് ഫണ്ട് ഗ്രോത്ത് ഒക്കെ തുടങ്ങുക, ഇപ്പോൾ ഗ്രോത്ത് ഫണ്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയുക റിട്ടേൺസും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് RD തുടങ്ങാം. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ഓൺലൈൻ തന്നെ RD തുടങ്ങാം. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണുള്ളത് അവരെ ആപ്പിൽ പോയിട്ട് നമുക്ക് ഈസി ആയിട്ട് RD തുടങ്ങാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വേസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവാത്തത്. അതാണ് മെയിൻ സംഭവം. അതിനാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോസിറ്റീവ് മൈൻഡ് സെറ്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുക, ഇപ്പോൾ തന്നെ തുടങ്ങുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇൻഡിമണിയാണ്. പ്രൊമോഷൻ അല്ല, അടുത്ത് പറയട്ടെ. ഞാൻ ഇൻഡിമണി ഉപയോഗിക്കുന്നുണ്ട്, ഗ്രോ ഉപയോഗിക്കുന്നുണ്ട്, ഡയറക്റ്റ് ടാക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തോന്നിയത് ഇൻഡിമണിയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റിഡീം ചെയ്യാൻ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലോ ഇപ്പോൾ ഇതിൽ ഇൻഡിമണിയിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ അതിപ്പോൾ US സ്റ്റോക്സിനടക്കം SIP ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സും നമുക്കിപ്പോൾ ഇൻഡിമണിയിലാണ്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വേറെ ഒന്നല്ല കേട്ടോ.
അവർ കാശ് തരണമെന്നില്ല, അതുപോലെ പ്രൊമോഷനും അല്ല. നമ്മുടെ റെഫറൽ ലിങ്ക് താഴെ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലോവർ ഇൻകം ബേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനുള്ള ഒരു ടിപ്സ് അല്ലെങ്കിൽ പ്ലാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫോളോ ചെയ്യാൻ മറക്കണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.